ഓം ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. എല്ലാവർക്കും സായി സത്ചരിത്ര പാരായണത്തിലേക്ക് സ്വാഗതം. ഞാൻ ഹിമ. ഇന്ന് പാരായണം ചെയ്യുന്നത് ചാപ്റ്റർ 42, ബാബയുടെ മഹാസമാധി. മുൻകൂട്ടിയുള്ള സൂചന. രാമചന്ദ്ര ദാദാ പട്ടേലിനെയും താത്യാക്കോട്ടെ പട്ടേലിനെയും മരണത്തിൽ നിന്നൊഴിവാക്കൽ, ലക്ഷ്മിബായി ഷിൻഡെയ്ക്ക് ധർമ്മം കൊടുക്കൽ, അന്ത്യനിമിഷം. മുഖവുര. മുൻ അധ്യായത്തിൽ വിവരിച്ച കഥകൾ കാണിക്കുന്നത് ഗുരുവിന്റെ അനുഗ്രഹമാകുന്ന വെളിച്ചമുണ്ടായാൽ സംസാര ജീവിതത്തിലെ ഭയം നീങ്ങുമെന്നും മുക്തിമാർഗം തുറന്നു തന്ന് നമ്മുടെ കഷ്ടതകളെ ആനന്ദമാക്കി മാറ്റുമെന്നാണ്. നീ സദാ സദ്ഗുരുപാദങ്ങളെ സ്മരിച്ചാൽ നമ്മുടെ കഷ്ടതകൾ അവസാനിക്കുകയും മരണഭയം നീങ്ങുകയും സംസാര ദുഃഖം ഇല്ലാതാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവനവന്റെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കുന്നവർ സായിനാഥന്റെ ഈ കഥകളെ ശ്രദ്ധാപൂർവം ധരിച്ച് അവരുടെ മനസ്സ് ശുദ്ധീകരിക്കട്ടെ. തുടക്കത്തിൽ ഹേമന്ത് പാന്ത് ഡോക്ടർ പണ്ഡിറ്റിന്റെ ആരാധനയും ത്രിപുണ്ഡ്രം തൊടിയിച്ചതും പറയുന്നു. ഇത് 11ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കയാൽ ഇവിടെ ആവർത്തിക്കുന്നില്ല. മുൻകൂട്ടിയുള്ള സൂചന. വായനക്കാർ ഇതുവരെ കേട്ടത് ബാബയുടെ ജീവിത കഥകളാണ്. ഇനി അവർ ശ്രദ്ധാപൂർവം ബാബയുടെ അന്ത്യയാത്രയെപ്പറ്റി കേൾക്കട്ടെ. 1918 സെപ്റ്റംബർ 28-ാം തീയതി ബാബയ്ക്ക് ചെറിയ ഒരു ജ്വരബാധയുണ്ടായി. ജ്വരം 2-3 ദിവസങ്ങളോളമേ ഉണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം ബാബ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് കൂടെ ക്ഷീണിതനായി തീർന്നു. 17-ാം ദിവസം, അതായത് 1918 ഒക്ടോബർ 15-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ബാബ ഇഹലോകവാസം വെടിഞ്ഞു. ഇതിന് 2 കൊല്ലങ്ങൾക്ക് മുൻപ്, അതായത് 1916-ൽ ബാബ തന്റെ അന്ത്യത്തെപ്പറ്റി സൂചന നൽകിയിരുന്നെങ്കിലും ആരും അതത്ര കണക്കാക്കിയില്ല. അത് ഇപ്രകാരമാണ് ഉണ്ടായത്. വിജയദശമി ദസറ ദിവസം ആളുകൾ സീമാലംഘൻ, ഗ്രാമാതിർത്തി കടക്കൽ എന്ന ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാബയെ അത്യധികം കോപിഷ്ഠനായി കണ്ടു. ബാബ തലക്കെട്ടും കഫ്നിയും ലങ്കോട്ടിയും എല്ലാം അഴിച്ച് മുന്നിലുള്ള ധുനിയിലിട്ട് ദഹിപ്പിച്ചു. ഇത് കത്തിപ്പിടിച്ച് ധുനിയിലെ അഗ്നി പ്രകാശിക്കുകയും ചെയ്തു. ബാബ പൂർണ്ണ നഗ്നനായി കണ്ണ് തീക്കനൽ പോലെ ജ്വലിപ്പിച്ച് അലറി, എടാ കൊള്ളരുതാത്തവരെ, ഇപ്പോൾ വന്നു നോക്കുവിൻ, ഞാൻ മുസ്ലിമോ ഹിന്ദുവോ എന്ന്. എല്ലാവരും ഭയപ്പെട്ട് വിറച്ചു. ഒരുത്തനും ബാബയെ സമീപിക്കാൻ ധൈര്യം വന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗിയും ഭക്തനുമായ ഭാഗോജി ഷിൻഡെ ഒരുവിധം ധൈര്യം അവലംബിച്ച് ബാബയെ സമീപിച്ച് ഒരു ലങ്കോട്ടി കെട്ടിക്കൊടുക്കുന്നതിൽ വിജയിച്ചു. എന്നിട്ട്, ബാബ എന്താണിതൊക്കെ? ഇന്ന് സീമാലംഘനാണ്, ദസറ ദിവസം എന്ന് പറഞ്ഞു. ബാബ സൽക്ക കൊണ്ട് നിലത്തടിച്ചു പറഞ്ഞു, ഇത് എന്റെ സീമാലംഘനമാണ്, അതിർത്തി കടക്കൽ. രാത്രി 11 മണിവരെ ബാബയുടെ കോപം അടങ്ങിയില്ല. അന്ന് രാത്രി ചാവടി എഴുന്നള്ളിപ്പ് തന്നെ ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ സംശയിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ് ബാബ വസ്ത്രങ്ങൾ ധരിച്ച് മുമ്പ് വിവരിച്ചതുപോലെ ചാവടി എഴുന്നള്ളത്തിന് തയ്യാറായി. ഈ സംഭവം കൊണ്ട് ബാബ തന്റെ അതിർത്തി കടക്കൽ, ജീവാവസാനം ദസറ സമയത്താണെന്ന് സൂചിപ്പിച്ചതായിരുന്നു. ആർക്കും അന്ന് അതിന്റെ സാരം മനസ്സിലായില്ല. ബാബ മറ്റൊരു സൂചനയും കൂടെ താഴെ പറയും പ്രകാരം തരികയുണ്ടായി. രാമചന്ദ്ര പട്ടേലിനെയും താത്യ പട്ടേലിനെയും മരണം ഒഴിവാക്കൽ. ഇത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രാമചന്ദ്ര പട്ടേലിന് കലശലായ രോഗം പിടിപെട്ടു. അയാൾ വല്ലാതെ കഷ്ടപ്പെട്ടു. പല മരുന്നുകളും പ്രയോഗിച്ച് ഫലമില്ലാതെ നിരാശനായി അന്ത്യനിമിഷവും കാത്ത് കിടക്കുകയായിരുന്നു. ഒരു രാത്രി പെട്ടെന്ന് ബാബ അയാളുടെ കിടക്കയ്ക്കരികിൽ വന്നതായി കണ്ടു. പട്ടേൽ ബാബയുടെ പാദങ്ങൾ പിടിച്ച്, എനിക്ക് ജീവിതത്തിലുള്ള ആശ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഞാൻ എപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. കരുണാനിധിയായ ബാബ പറഞ്ഞു, നിനക്ക് വേഗം സുഖപ്പെടും, പക്ഷേ എനിക്ക് താത്തയെക്കുറിച്ചാണ് ഭയം. അവൻ 1840 ശാഖമാസത്തിലെ വിജയദശമി ദിവസം മരിക്കും. ഇതാരോടും, പ്രത്യേകിച്ച് അവനോട് പറയരുത്. അവൻ ഭയപ്പെട്ടു പോകും.
രാമചന്ദ്രദാദയ്ക്ക് സുഖപ്പെട്ടു. പക്ഷേ അയാൾ താത്തയുടെ ജീവനെ പറ്റി ദുഃഖിതനായി. ബാബയുടെ വാക്കുകൾക്ക് വ്യത്യാസമില്ലെന്നും താത്യ 2 കൊല്ലത്തിനുള്ളിൽ മരിച്ചു പോകുമെന്നും അയാൾക്കുറപ്പാണ്. ഇതാരോടും അയാൾ പറഞ്ഞില്ല. പക്ഷേ ഒരു തുന്നൽ പണിക്കാരനും ഭക്തനുമായ ബാലാഷിംപിയോട് മാത്രം പറഞ്ഞു. അങ്ങനെ രാമചന്ദ്രദാദയും ബാലാഷിംപിയും മാത്രം താത്തയുടെ കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. രാമചന്ദ്രദാദയ്ക്ക് സുഖപ്പെട്ടുവെന്ന് പറഞ്ഞുവല്ലോ. സമയം ക്ഷണത്തിൽ പോയിക്കൊണ്ടിരുന്നു. 1840 ആണ്ട് ശകവർഷത്തിലെ ഭദ്രപാദമാസം കഴിഞ്ഞ് അശ്വിനി മാസം തുടങ്ങി. ബാബ പറഞ്ഞതുപോലെ താത്യ രോഗബാധിതനായി. അതുകൊണ്ട് ബാബയുടെ ദർശനത്തിന് വേണ്ടി വരാൻ കഴിയാതെയായി. ബാബയ്ക്ക് ജ്വരബാധയും കിടപ്പിലായി. താത്യയ്ക്ക് ബാബയിലും ബാബയ്ക്ക് തന്റെ രക്ഷിതാവായ ഭഗവാൻ ഹരിയിലും പൂർണ്ണ വിശ്വാസമാണ്. താത്യയുടെ രോഗം വളരെ വളരെ മൂർച്ഛിച്ച് ഇളകാൻ വയ്യാതെയായി. എങ്കിലും അയാൾ സദാ ബാബയെ സ്മരിച്ചു കിടന്നു. ബാബയുടെ സ്ഥിതിയും ഇതേപോലെ മോശപ്പെട്ടിരുന്നു. നിർദ്ദിഷ്ട ദിവസമായ വിജയദശമി അടുക്കാൻ തുടങ്ങി. രാമചന്ദ്രദാദയും ബാലാഷിംപിയും താത്തയെക്കുറിച്ച് അത്യധികം ഭയപ്പെട്ടുകൊണ്ടിരുന്നു. അവർ ഭയപ്പെട്ട് ശരീരം വിറച്ചും വിയർത്തും ബാബ പറഞ്ഞ പ്രകാരം താത്തയുടെ മരണം അടുത്തു വരുന്നത് കണ്ടുകൊണ്ടിരുന്നു. വിജയദശമി ദിവസം പുലർന്നു. താത്തയുടെ നാഡിമിടിപ്പ് നിലച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം അടുത്തടുത്ത് വരുന്നു. പക്ഷേ ഒരു പ്രത്യേകത സംഭവിച്ചു. താത്യ ജീവിക്കുകയും പകരം ബാബ തന്നെ മരണത്തിന് കൊടുക്കുകയും ചെയ്തു. അത് ശരിക്കും ഒരു ഒത്തുമാറ്റമായിരുന്നു. ജനങ്ങളെല്ലാം ബാബ താത്യയ്ക്കു വേണ്ടി ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞു. എന്തിനാണ് ബാബ അങ്ങനെ ചെയ്തത്? ബാബയുടെ മാർഗങ്ങൾ വിഭാവനം ചെയ്യാൻ കഴിയാത്തവയായതിനാൽ ബാബയ്ക്ക് മാത്രമേ അതറിഞ്ഞുകൂടൂ. ഇതിൽ തന്റെ അന്ത്യത്തിന്റെ സൂചന തനിക്ക് പകരം താത്തയുടെ പേര് പറഞ്ഞ് ബാബ മുൻകൂട്ടി കൊടുത്തതായിരുന്നു. അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 16-ന് ബാബ പന്തർപൂരിലുള്ള ദാസ്ഗനുവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മസ്ജിദ് പൊളിഞ്ഞു വീണു. ഷിർദിയിലുള്ള എണ്ണക്കച്ചവടക്കാരും മസാല പീടികക്കാരും എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് വിവരമറിയിക്കുകയാണ്. ദയവ് ചെയ്ത് അവിടെ ഉടൻ പോയി എന്നെ ബക്കൽ പൂക്കളെ കൊണ്ട് ആവരണം ചെയ്യുക. ദാസ്ഗനുവിന് ഷിർദിയിൽ നിന്നുള്ള കത്തിൽ നിന്ന് വിവരം കിട്ടി. ദാസ്ഗനു ഉടനെ ശിഷ്യന്മാരോട് കൂടി ഷിർദിയിൽ വന്ന ബാബയെ സമാധിയടക്കുന്നതുവരെ ഭഗവത് കീർത്തനങ്ങളും ഭജനകളും പാടിക്കൊണ്ടിരുന്നു. അയാൾ സ്വന്തം കൈകൊണ്ട് ഹരിനാമാങ്കിതമായ ഒരു പൂമാലയുണ്ടാക്കി ബാബയുടെ സമാധിയിൽ ചാർത്തി. സ്വന്തം ചിലവിൽ ബാബയുടെ സ്മരണയ്ക്കായി പരക്കെ അന്നദാനവും നടത്തി. ലക്ഷ്മി ഭായിക്ക് ധർമ്മം കൊടുക്കൽ. വിജയദശമി ദിവസം ഹിന്ദുക്കൾക്ക് ഏറ്റവും മംഗളകരമായ ദിവസമാണ്. അത്തരം ഒരു ദിവസം ബാബ തന്റെ സീമാലംഘനത്തിന് തിരഞ്ഞെടുത്തത് അനുയോജ്യമായി. കുറച്ചു ദിവസം മുമ്പ് മുതൽക്കേ സുഖമില്ലാതെ കിടപ്പിലായെങ്കിലും ആന്തരികമായി ബാബ എല്ലായ്പ്പോഴും ബോധവാനായിരുന്നു. അന്ത്യനിമിഷത്തിന് അല്പം മുമ്പ് ബാബ ആരുടെയും സഹായം കൂടാതെ എഴുന്നേറ്റിരുന്ന് വളരെ സുഖപ്പെട്ട പോലെ പെരുമാറി. ജനങ്ങൾ അപകടസ്ഥിതി കഴിഞ്ഞെന്നും ബാബ സുഖപ്പെട്ടുവെന്നും കരുതി. ബാബയ്ക്ക് താൻ അന്ത്യശ്വാസം വലിക്കാൻ പോകുമെന്ന് അറിയാമായിരുന്നതിനാൽ ലക്ഷ്മിബായി ഷിൻഡെക്ക് കുറച്ച് ധർമ്മം കൊടുക്കാൻ നിശ്ചയിച്ചതായിരുന്നു. ബാബ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു. ഈ ലക്ഷ്മിബായി ഷിൻഡെ സൽസ്വഭാവിയും സാമാന്യം ധനസ്ഥിതിയുള്ളവരുമായിരുന്നു. അവർ രാവും പകലും മസ്ജിദിൽ പണിയെടുക്കും. രാത്രികാലങ്ങളിൽ ഭഗത് മാല സപതി, താത്യ, ലക്ഷ്മിബായി ഇവരൊഴികെ ആരും മസ്ജിദിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഒരിക്കൽ ബാബയും താത്തയും കൂടി മസ്ജിദിൽ ഇരിക്കുമ്പോൾ ലക്ഷ്മിബായി വന്നു ബാബയെ വണങ്ങി. ബാബ അവരോട്, "ഓ ലക്ഷ്മി, എനിക്ക് വല്ലാതെ വിശക്കുന്നു" എന്ന് പറഞ്ഞു. അവർ ഉടനെ, "ബാബ, ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ ഭക്ഷണം കൊണ്ടുവരാം" എന്ന് പറഞ്ഞ് ഓടിപ്പോയി. അവർ റൊട്ടിയും പച്ചക്കറിയും കൊണ്ടുവന്ന് ബാബയുടെ മുന്നിൽ വെച്ചു. ബാബ അതെടുത്ത് ഒരു നായ്ക്ക് കൊടുത്തു. അപ്പോൾ, "ഇതെന്താണ് ബാബ, എന്നെ വെറുതെ ബുദ്ധിമുട്ടിച്ചത്? ഞാൻ ഓടിപ്പോയി എന്റെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നത് അവിടുന്ന് തൊടുക പോലും ചെയ്യാതെ നായ്ക്ക് കൊടുത്തു" എന്ന് പറഞ്ഞു. ബാബ അതിന്, "നീ എന്തിനു വെറുതെ വ്യസനിക്കുന്നു? നായയുടെ വിശപ്പ് മാറ്റൽ
എൻ്റെ വിശപ്പ് മാറ്റൽ തന്നെയാണ്. നായയ്ക്ക് ഒരാത്മാവുണ്ട്. ജീവി വ്യത്യസ്തനായിരുന്നോട്ടെ, പക്ഷേ എല്ലാവരുടെയും വിശപ്പ് ഒരേപോലെയാണ്. ചിലവ അത് പറയും, ചിലവ മൂകജീവികളാണ്. ഒരു കാര്യം മനസ്സിലാക്കൂ, ആരാണ് വിശക്കുന്ന ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അവർ എന്നെയാണ് ഊട്ടുന്നത്. ഇതൊരു വിശ്വസത്യമായി കരുതിക്കോളൂ എന്നാണ് മറുപടി പറഞ്ഞത്. ഇതൊരു നിസ്സാര സംഭവമാണെങ്കിലും ബാബ അതുകൊണ്ട് ഒരു മഹത്തായ ആധ്യാത്മിക സത്യമാണ് പ്രചരിപ്പിച്ചത്. ആ സത്യത്തെ എങ്ങനെയാണ് മറ്റൊരാളെ വേദനിപ്പിക്കാതെ പ്രായോഗികമാക്കുക എന്ന് ബാബ കാണിച്ചു തന്നു. അന്നു മുതൽ നിത്യവും ലക്ഷ്മിബായി സ്നേഹഭക്തികളോടെ ബാബയ്ക്ക് പാലും റൊട്ടിയും കൊടുക്കുവാൻ തുടങ്ങി. ബാബ അത് ആസ്വാദനത്തോടെ സ്വീകരിച്ച് ഭക്ഷിക്കുമായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ബാബ എടുത്ത് ബാക്കി ലക്ഷ്മിബായിയുടെ കയ്യിൽ തന്നെ കൊടുത്ത് രാധാകൃഷ്ണമായിക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അവർ ബാബയുടെ ഉച്ഛിഷ്ടം പ്രസാദമെന്ന നിലയ്ക്ക് സ്വീകരിച്ച് ആസ്വദിക്കുകയും ചെയ്യും. ഈ ഭക്ഷണത്തിന്റെ കഥ ഒരു വ്യതിയാനമായി കരുതരുത്. ഇത് ഏത് പ്രകാരം സായിബാബ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നുവെന്നും അവയെ എങ്ങനെ പുരോഗമിപ്പിച്ചുവെന്നും തെളിയിക്കുന്നു. സായിബാബ സർവ്വവ്യാപിയും ജനന മരണങ്ങളില്ലാത്ത അമരനുമാണ്. ബാബ ലക്ഷ്മിബായിയുടെ സേവനങ്ങളെ സ്മരിച്ചു. ബാബയ്ക്ക് എങ്ങനെ അവരെ വിസ്മരിക്കാനാവും? ദേഹവിയോഗത്തിന് അല്പം മുമ്പ് ബാബ തന്റെ പോക്കറ്റിൽ കൈയിട്ട് ആദ്യം 5 കാ എടുത്ത് അവർക്ക് കൊടുത്തു. വീണ്ടും 4 കാ കൂടി കൊടുത്തു. ഒട്ടാകെ 9. 9 എന്ന അക്കം നവവിധ ഭക്തിയെ സൂചിപ്പിക്കുന്നു എന്ന് 21-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് സീമാലംഘന സമയത്ത് കൊടുത്ത ദക്ഷിണയായിരിക്കാം. ലക്ഷ്മിബായി കഴിഞ്ഞുകൂടുവാനുള്ള വകയുള്ളതിനായി പണത്തിന് ക്ഷാമമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബാബ അവർക്ക് ഭാഗവതം ഏകാദശ സ്കന്ധം 10-ാം അധ്യായത്തിലെ 6-ാം ശ്ലോകത്തിൽ പറഞ്ഞ ശരിയായ ശിഷ്യന്റെ 9 ഗുണങ്ങളെ ഓർമ്മിപ്പിച്ചതായിരിക്കാം. അതിൽ ആദ്യം 5-ഉം പിന്നീട് 4-ഉം ഗുണങ്ങളാണ് ആദ്യത്തെ 2 വരികളിൽ പറയുന്നത്. അമാന്യ മത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢ സൗഹൃദ അസത്തരോർത്ഥ ജിജ്ഞാസുരമസൂയുരമോഘവാക്. ബാബ ആ ചിട്ടയിൽ തന്നെ ആദ്യം 5 കായും പിന്നീട് 4 കായും കൂടി ഒട്ടാകെ 9 കായാണ് കൊടുത്തത്. 9 അല്ല, 9 ഉറുപ്പികയുടെ എത്രയോ ഗുണിതങ്ങൾ അവരുടെ കയ്യിൽ വന്നുവെങ്കിലും ഈ 9 ഉറുപ്പിക എന്നും ലക്ഷ്മിബായി ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കും. ഇവയിൽ ഇപ്പോഴും 7 എണ്ണം ആ വീട്ടിൽ ചില്ലിട്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വിക്ടോറിയ റാണിയുടെ തലയുള്ള നാണ്യങ്ങളാണ്. വളരെ ശ്രദ്ധാലുവും ബോധവാനുമായിരുന്നതിനാൽ ബാബ അന്ത്യനിമിഷത്തിൽ മറ്റു ചില മുൻകരുതലുകൾ കൂടി എടുത്തു. ഭക്തന്മാരോടുള്ള സ്നേഹം കണ്ട് തനിക്ക് ഒരു വിഷമവും തോന്നരുത് എന്ന് കരുതി അവരെ എല്ലാവരെയും പറഞ്ഞയച്ചു. കാക്കാ സാഹേബ് ദീക്ഷിത്, ബാപ്പു സാഹേബ് ബൂട്ടി മുതലായവരെയെല്ലാം ഉത്കണ്ഠയോടുകൂടി ബാബയ്ക്ക് എന്ത് സംഭവിക്കുമെന്നറിയാതെ മസ്ജിദിൽ കാത്തിരിക്കുകയായിരുന്നു. ബാബ അവരോടെല്ലാം വാടയിൽ പോയി ഭക്ഷണം കഴിച്ചു വരാൻ പറഞ്ഞ് അവിടെ നിന്നയച്ചു. അവർക്ക് ബാബയുടെ മുന്നിൽ നിന്ന് പോവാനും വയ്യ, ബാബയുടെ കൽപ്പന അനുസരിക്കാതിരിക്കാനും വയ്യെന്നായി. എന്നിട്ട് വിഷാദ മനസ്കരായി മടിച്ച് അവർ വാടയിലേക്ക് പോയി. അവർക്ക് ബാബയുടെ കാര്യം ഗൗരവാവഹമാണെന്ന് അറിയാമായിരുന്നു. അവർ ഭക്ഷണത്തിന് ഇരുന്നെങ്കിലും മനസ്സ് ബാബയുടെ അടുക്കലായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ബാബ ദേഹത്യാഗം ചെയ്ത വിവരം അവർക്ക് കിട്ടി. ഭക്ഷണം അവിടെയിട്ട് അവർ മസ്ജിദിലേക്ക് ഓടിച്ചെന്നപ്പോൾ ബാബ ബയാജിയുടെ മടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് കണ്ടത്. ബാബ നിലത്ത് വീഴുകയോ കിടക്കയിൽ കിടക്കുകയോ ചെയ്തില്ല. ബാബ സ്വന്തം ഇരിപ്പിടത്തിലിരുന്ന് കൈകൊണ്ട് ധർമ്മം കൊടുത്തുകൊണ്ടാണ് ദേഹവിയോഗം ചെയ്തത്. ഋഷിമാർ അവതരിച്ച് ലോകത്തിൽ വരുന്നത് നിശ്ചിതമായ പ്രവർത്തനങ്ങൾക്കാണ്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ അവർ വന്ന പോലെ ശാന്തമായും അനായാസമായും കടന്നുപോകുന്നു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം സായിറാം. ജയ് മോഹൻജി.